ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഞാൻ വന്നത് ഹോട്ടൽ അർക്കാഡിയയിലാണ്. സാധാരണ ഞാനിവിടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഇവിടെ വരാറുണ്ട്. ഇതിനു മുമ്പൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, പല പ്രാവശ്യം ഞാൻ ഹോട്ടൽ അർക്കാഡിയയിൽ വന്ന് കഴിക്കുന്നതൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ, നമുക്ക് ഈ പറഞ്ഞ ചിക്കൻ ബിരിയാണി ഒന്ന് കഴിച്ചാലോ എന്നൊരു മനസ്സിലൊരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ചിക്കൻ ബിരിയാണിക്കൊക്കെ എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ അതൊന്ന് കഴിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചിക്കൻ ബിരിയാണിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനും അത് ഓർഡർ ചെയ്തു. അപ്പോൾ എന്താ, നല്ല പപ്പടമൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പ്ലേറ്റ് ഒക്കെ കണ്ടോ, നല്ല സൂപ്പർ പ്ലേറ്റ്. അതിലേക്ക് ഞാനൊരു പപ്പടം എടുത്തു വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് പപ്പടം. പിന്നെ സലാഡുണ്ട് കേട്ടോ, നല്ല തൈരൊക്കെ കൂട്ടിയ ഒരു സലാഡുണ്ട്. ആ കൂട്ടത്തിൽ നല്ല നാരങ്ങ അച്ചാർ അതിൻ്റെ ഒരു സൈഡിൽ, ഇത് ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് കഴിക്കാനൊക്കെ നമുക്ക് എന്താണ് ഒരു മടുപ്പ് തോന്നത്തില്ല ഈ അച്ചാർ കൂട്ടി കഴിക്കുമ്പോൾ, നാരങ്ങ കഴിക്കുമ്പോൾ. പിന്നെ ഞാൻ ആ റൈസ് ആ പാത്രത്തിലേക്ക്, ആ പപ്പടത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് തട്ടിയിടുകയാണ്. ആ റൈസ് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് കണ്ടോ, അത് ക്യാരറ്റ് പൂവൊക്കെ അവർ അതിനകത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് അത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ കുറച്ചുകൂടെ റൈസ് എടുക്കുവാണ്. ഈ റൈസ് വിളമ്പുന്ന സമയത്തുണ്ടല്ലോ, ഈ മസാലയുടെയൊക്കെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്, മുട്ട കണ്ടോ, എഗ്ഗ് പുഴുകിയത്, അതും എടുത്ത് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു ചിക്കൻ്റെ വറുത്ത പീസാണ് കേട്ടോ, അത് കറിയാക്കി എന്നിട്ട് അവർ വെച്ചിരിക്കുന്നതാണ്. ഗ്രേവിയൊക്കെ കൂട്ടി ചെറിയ ഒരു മസാലയൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെയും കുറച്ചുകൂടെ ഞാൻ റൈസ് തട്ടിയിടുകയാണ്. ഈ റൈസ് തട്ടിയിടുമ്പോൾ ഉള്ള സ്മെല്ല് വല്ലാത്തൊരു ഫീല് തന്നെയാണ്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ പപ്പടം ഞാൻ ആദ്യം ഒന്ന് പൊടിക്കുകയാണ്. എന്നിട്ട് പപ്പടത്തിൻ്റെ ആ പീസും ആ പറഞ്ഞ മസാല, ഈ പറഞ്ഞ റൈസ് കൂടെ ഒക്കെ അങ്ങോട്ട് കൂട്ടി മസാലയും കൂടെ അല്പം എടുത്തിട്ട് കഴിക്കുകയാണ്. നല്ല കണ്ടോ, കിടിലനാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആ വറുത്ത് വെച്ച ആ ചിക്കനിൽ നിന്ന് ഞാൻ ഒരു പീസ് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പം ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം നല്ല സ്മെല്ലും ഒക്കെയാണ്. അപ്പം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ല. ഞാൻ കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എഗ്ഗ് കൂടെ ഒന്ന് കഴിക്കട്ടെ. എഗ്ഗ് ഇതിൻ്റെ ഒരു ബിരിയാണിയുടെ ഒരു പ്രധാന സംഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്കേതായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാനൊന്ന് കഴിക്കട്ടെ, കിടുക്കാച്ചി സംഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഈ ബിരിയാണി വളരെ ഇഷ്ടമായി. അപ്പം ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്കത് എത്രമാത്രം ആസ്വദിച്ചാണ് ഞാൻ കഴിക്കുന്നതെന്ന്. അപ്പം നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്